അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 23-ാം രാവാണല്ലോ. 1000 മാസങ്ങളേക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പണ്ഡിതന്മാർ കിതാബുകളിൽ പറയുന്നതായിട്ട് ഉസ്താദുമാർ പറയുന്നത് കാണാം. നോമ്പ് തുടങ്ങുന്നത് ദിവസത്തെ അടിസ്ഥാനമാക്കിയാണ് അവർ പറയുന്നത്. വെള്ളി ചൊവ്വ ദിവസങ്ങളിലാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ശനിയാണെങ്കിൽ 23-ാം രാവ്, ഞായർ വ്യാഴമാണെങ്കിൽ 29-ാം രാവ്, തിങ്കളാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ 21-ാം രാവ്, വ്യാഴാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ 25-ാം രാവ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് ഉസ്താദന്മാർ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞായറാഴ്ചയാണ് നമുക്ക് നോമ്പ് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് 29-ാം രാവിനായിരിക്കാം ലൈലത്തുൽ ഖദർ ഉണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും പ്രതീക്ഷിക്കണം. പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട്, എല്ലാ ഒറ്റയിട്ട രാവിലും ലൈലത്തുൽ ഖദർ ഇറങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചാൽ പിന്നെ നമുക്ക് അത്രയും വലിയ സൗഭാഗ്യം പിന്നെ എന്താണുള്ളത്? ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.